അപ്പോൾ ഇന്ന് നമ്മൾ ആഷിഖ് കപൂറിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ റൈഫിൾ ക്ലബിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഒരു ലോഡ് ആൾക്കാരുണ്ട് പടത്തിൽ, ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണ്. അതെ അതെ. അതിൽ അനുരാഗ് കശ്യപ് അഭിനയിക്കുന്ന ആദ്യത്തെ മലയാള സിനിമ അല്ലേ? ആദ്യത്തെ മലയാള സിനിമയാണ് അനുരാഗ് കശ്യപ് അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളി ആക്ച്വലി ഇപ്പം അങ്ങ് ബോളിവുഡിൽ നിന്ന് സൗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ സൗത്ത് ഇന്ത്യയിൽ ഞാനൊരു കലക്കുമെന്നാണ്. ഹനുമാൻ കൈനുണ്ട് പടത്തിൽ. അതുപോലെ അത് കുറച്ച് കാസ്റ്റിങ്ങിൽ കുറച്ച് പുതുമകൾ കുറച്ചുണ്ട്. പിന്നെ ആഷിഖ് കപൂറിന്റെ എനിക്ക് തോന്നുന്നു സ്ഥിരം അവരുടെ പുള്ളിയുടെ ഒരു സ്ഥിരം കൈൻഡ് ഓഫ് പടമല്ല ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ, പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷേ ആഷിഖ് കപൂറിന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും ഉണ്ട്. ശ്യാം പുഷ്കരൻ റൈറ്റർമാരിലുള്ളതാണ്. റെക്സ് വിജയ് ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നൈസ് പാട്ടിറങ്ങുന്നത്. സൂരജ് സന്തോഷ് പാടിയ. അപ്പോൾ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? ട്രെയിലർ നോക്കൂ. ഓക്കെ. മാവിന്റെ മണ്ടയിൽ ഒരു പഴുത്ത മാങ്ങ കിടത്തോളെ നമ്മൾ ഉന്നം പിടിച്ചെറിഞ്ഞിട്ടേ ലക്ഷ്യം പരിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോകണം ചെയ്യാൻ. ആ മാങ്ങ തിന്നല്ലേ ഇതിന്റെ ഒരുപാട്. അത്രയേ ഉള്ളൂ കണ്ടി. കാട്ടുപന്നി ഒറിജിനൽ സാധനമാണോ അതോ VFX ആണോ? അത് ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇലക്ട്രോണിക്സ് ആയിരിക്കണം. IV ശശിയുടെ മൃഗയാചിത്രം റിലീസായതോടെയാണ് സുഹൃത്തുക്കളെ അത് സംഭവിച്ചത്. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 3.5 മാസത്തോളം മമ്മൂട്ടി എന്ന യുവപ്രതിഭ എടക്കൽ ഗുഹയിൽ താമസിച്ച് ഹോളിവുഡ് രീതിയായ മെത്തേഡ് ആക്ടിംഗ് പരിശീലിച്ചത്രേ. അതിനിപ്പോ ഞാനെന്താണൊക്കെ ചെയ്യേണ്ടത്? വേട്ടമൃഗം നല്ല ഒന്നാന്തരം തീമ, രക്തരൂക്ഷിതമാണ്, അക്രമനിമിടവും. അത് ക്ഷാമവും ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ആ റോസാപ്പൂ കൈ തുപ്പാക്കി വിളയാം. ഇതൊരു പിരീഡ് പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. കുറച്ച് അതിന്റെ കാലഘട്ടം പഴയ രണ്ടുപേര് കണ്ടേ പോയി. നമ്മുടെ സമയമായിട്ടില്ല, എന്നാലും പ്ലാൻ പൊളിപ്പിച്ചിട്ടുണ്ട്. പഴയ വെല്ലന്മാർ ചലച്ചിത്ര താരങ്ങൾക്ക് തോക്ക് വരയ്ക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല. മോനിപ്പോ പിടിച്ചിരിക്കുന്ന പൊട്ടുമോനെ മാറ്റി അങ്ങനെ പറയാമോ? വിഷ്ണു അഗസ്ത്യ, ഉണ്ണിമായ ശ്യാം, ഓ ബേബിയിൽ ഇവർ രണ്ടുപേരും അല്ലേ? വിഷ്ണു അഗസ്ത്യയും ഹനുമാൻ കൈന്റെ നല്ല കട്ടല്ലേ? ശരി അണ്ണൻ ഫ്ലെയർ ഗൺ, എല്ലാത്തരം തൂക്കുകളും ഉണ്ട് ഇവിടെ. അതെ, ഗണ്ണിന്റെ പടക്കം പൊട്ടിക്കുവാണല്ലോ. ഇത് മറ്റേ റിയാസ് ഖാന്റെ മോനാണോ? ആണെന്ന് തോന്നുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞോ? ദിലീഷ് കർണാകരൻ, പിന്നെ സുഹാസ്. വിജയരാഘവന്റെ ഫോട്ടോ നേരത്തെ അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിരുന്നല്ലേ? അല്ല, അടുത്തെന്ന് പറഞ്ഞ് വെച്ചാൽ അങ്ങനെ എന്താ വരും. കുട്ടികളെ കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നതാണ് കുട്ടിക്കോ. ക്രിസ്മസ്, അതായത് എനിക്ക് തോന്നുന്നു 25 അതോ 20? ഡേറ്റ് പറഞ്ഞില്ലല്ലോ. ഡേറ്റ് പറഞ്ഞോ? ഇല്ലല്ലോ, ക്രിസ്മസിന് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ലായിരിക്കും. അപ്പം നാൻ ബറോഷിൻ്റെ കൂട്ടത്തിൽ റൈഫിൾ ക്ലബ്ബും ഉണ്ട്. എനിക്കൊന്ന് 25 20 എനിക്ക് മാർക്കോടെ വിടാൻ തോന്നുന്നു. ആണോ? അപ്പോൾ മാർക്കോ 21 ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെന്നോ? ഡേറ്റ് വെക്കണ്ടല്ലോ. ഇല്ല, ഡേറ്റ് പറഞ്ഞില്ല. ക്രിസ്മസിന്റെ എനിക്ക് തോന്നുന്നു ചിലപ്പം 25 അല്ലെങ്കിൽ ഒരുപാട് റിലീസ് ഉള്ളതുകൊണ്ട് അവരത് നോക്കിയിട്ട് ഇറക്കത്തുള്ളായിരിക്കും. സംഭവം കൊള്ളാം കേട്ടോ. ബാക്കിയുള്ള പടങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ട്
സ്റ്റൈപ്പ് വെച്ചാൽ മതി. അല്ല ഈ സംഭവം കൊള്ളാം, ഭയങ്കര സാധനം ഉണ്ട് ഉണ്ട് സംഭവം ഉറക്ക്. ഇത് മറ്റേ ശ്യാംപുഷ്കരന്റെ ഒരു ലൈൻ പടവേ അല്ല പുള്ളി. ഇത് എങ്ങനെയായിരിക്കും രണ്ടുപേരും ഇപ്പൊ മറ്റേ മുൻകാല പടങ്ങൾ എടുത്തു നോക്കിയാലും ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്തത് ഗ്യാങ്സ്റ്റർ. ഗാങ്സ്റ്റർ അപ്പോ അതുപോലെ ആയിരിക്കില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ ഒരു ഇത് കുറെ കൂടി എന്റർടൈനിങ് ആണ് പടം. എനിക്ക് അതായത് സംബന്ധിച്ച് ഇവര് പ്രകൃതി എന്ന് വിളിച്ച് ഇവരെ കുറച്ചധികം ആ ലേബൽ ഇവർക്ക് കൊടുത്തില്ലേ. അതുകൊണ്ട് കാട്ടിന്റെ അകത്ത് വീട് വെച്ച് വെടിവെക്കുക, പ്രകൃതിയെ വെടിവെപ്പാണ് സംഭവം മൊത്തത്തിൽ അല്ലേ. അല്ല ഇത് കൊള്ളാം, ഭയങ്കര സാധനം, ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് ഇത്. ഇതിന്റെ മറ്റേ ആ ഒരു ഷോട്ടില്ലേ ഇവരെല്ലാവരും കൂടി അത്ര കാണിക്കുന്നത് മറ്റേ അത് ലാസ്റ്റ് സപ്പർ പോലത്തെ പരിപാടിയാന്ന് തോന്നുന്നു. അതായത് അതിനകത്ത് നേരത്തെ തൂക്കിക്കൊണ്ടുപോയ പന്നിയുടെ തലയാണ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അത് കൊള്ളാം പരിപാടി. ഈ ഒരു അത്താഴ സമയം നടക്കുന്ന എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അത് പിന്നെ എസ്കലേറ്റ് ആയി മാറി പോകുന്ന വിനീതിന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരു സിനിമാടനാണ്. പുള്ളി എന്തോ പടത്തിന്റെ ഇതിനു വേണ്ടി വേട്ടമൃഗം പുള്ളി പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ പോകുന്ന അങ്ങനെ ഷൂട്ടിങ് ചെയ്യാനോ ചെയ്ത് നോക്കാനോ എന്തോ ആവശ്യത്തിന് വേണ്ടി പോകുന്ന തോന്നുന്നു. ഇവരൊരു ഫാമിലിയാണെന്ന് തോന്നുന്നില്ല ആ വീട്ടിലുള്ള ദിലീഷ് പോത്തൻ ടീം. ഈ ക്ലബ്ബ് ഓൺ ചെയ്യുന്നതായിരിക്കും വിജയരാഘവന്റെ ക്യാരക്ടർ ആയിരിക്കും. ബാക്കി എല്ലാവരും അതിന്റെ അടുത്ത് മറ്റ് വന്ന് വരുന്നവരും. ക്ലബ് എന്ന് ഉദ്ദേശിച്ചത് ക്ലബ് എന്നുള്ള പേര് തന്നെ ആണെന്നല്ലോ, ടീം ഓഫ് ആൾക്കാർ എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്, അറിയില്ല. പിന്നെ ഹനുമാൻഗന്റെ ഒക്കെ നടന്നു വരുമ്പോൾ ആ സ്വാഗ് കണ്ട ലുക്ക് പുള്ളി അല്ലേ, ഭയങ്കര കിടിലൻ, നല്ല രസമായിട്ടുണ്ട്. അതെ വിഷ്ണു അഗസ്ത്യ പിന്നെ അല്ല ഇവൻ വിനീത് കുമാർ എടുത്തു നോക്കിയാലും ആ സിഗരറ്റ് വലിക്കുന്ന സാധനം കണ്ടോ കണ്ണാടി നോക്കിയിട്ട് ഭയങ്കര രസമായിട്ട്. പുള്ളി സാധാരണ പുള്ളി ചെയ്യുന്ന ക്യാരക്ടറൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടായിരിക്കും തോന്നുന്നത്. പിന്നെ നമ്മുടെ അനുരാഗ് കശ്യപ് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കശ്യപ് ലുക്ക് എല്ലാവരുടെയും ലുക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ഈ കാലഘട്ടം ഒരു അതായത് ശരിക്കും നമ്മുടെ അമൽനീരദ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു പടം അല്ലേ, അമൽനീരദിന്റെ മൂഡിലൊരു പടം പോലെ ഒരു ഫീൽ ഉണ്ട്. അതായത് ഹൈ റേഞ്ച് ഒരു ലോഡ് തോക്കുകൾ, തോക്ക് വെടി പടക്കം. ഇത് വീടിന് ഫുള്ള് മറ്റേ ജനൽ കണ്ണാടിയുള്ള ജനൽ പൊട്ടിക്കാനായിട്ട് പട്ടാ പൊട്ടിക്കാൻ പുള്ളിക്ക്. അല്ല ഒരു ലോഡ് ശവം ഉണ്ടാക്കാം അവർക്ക് ഒരുപാട് പേരുണ്ട്. അതെ ഒരുപാട്. ഇതിന്റെ അകത്ത് സ്ലോ മോഷൻ പരിപാടികൾ എന്തോരം ഉണ്ടെന്ന് അറിയത്തില്ല. വെടിവെപ്പ് ആയതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ക്യാമറ ചെയ്തേക്കുന്നതും ആഷിക് കപൂറിനാണ്. ആഷിക് കപൂറിന്റെ ഇപ്പൊ അവസാനത്തെ പടം നീല വെളിച്ചം. അപ്പം പക്ഷെ മായാനദിക്ക് ശേഷം പിന്നെയും ആഷിക് കപൂർ, ശ്യാം പുഷ്കരൻ, റെക്സ് വിജയൻ മ്യൂസിക്. മായാനദി റെക്സ് വിജയൻ ആയിരുന്നു മ്യൂസിക്. ഭയങ്കര ഇത് അപ്പൊ ലാസ്റ്റ് ആക്ച്വലി ഇപ്പൊ ഇതിനു മുമ്പ് ചെയ്ത 2 പടങ്ങളും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് ആഷിക് കപൂറിന് കുറച്ച് ക്ഷീണത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് തോന്നുന്നു ഇത് കുറച്ച് സംഭവം തിയേറ്റർ സ്റ്റഫാണ്. അതെ, തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട്. ഇനി റിലീസ് ഡേറ്റും കാര്യങ്ങളും വരട്ടെ. എന്തായാലും ഈ മാസം തന്നെ ഉണ്ടല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞപ്പോ ക്രിസ്മസിന് മൊത്തം വെടിപ്പടങ്ങളാണ് മൊത്തം. രക്തം തെറിക്ക വിടുതല വരും. മറ്റേ മാർക്കോ ഉണ്ട്, ഇപ്പൊ റൈഫിൾ ക്ലബ്ബ്. ഓ മൈ ഗോഡ്, നമ്മളെ പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ബറോസ് ഉണ്ട്. അതെ, കുഞ്ഞു പിള്ളേർക്ക് ആസ്വദിക്കാൻ ബറോസ്. ഞാൻ ആഷിക് കപൂർ എല്ലാ സിനിമയും FTFS കാണുന്ന ഒരാളാണ്. എനിക്കും ആഷിക് കപൂർ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആഷിക് കപൂർ മാത്രമല്ല, ഈ വന്നിരിക്കുന്ന ടെക്നീഷ്യന്മാരെല്ലാം തന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ ഡിസൈൻ അജയൻ ചാലിശ്ശേരി സെറ്റപ്പ് കണ്ടില്ലേ, അതിൻ്റെ ഒരു റിച്ച്നെസ് ഉണ്ട്. അതെ. ഏതായാലും സിനിമ വരട്ടെ. FTFS ആണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടിരിക്കുന്നു.